എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാംസിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന LDC പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമി അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് PSC ഒക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ കലാസാഹിത്യം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലാസ് പരിചയപ്പെടുത്തുന്നത്. കേരള സാഹിത്യ അക്കാദമിയിലേക്ക് വരാം. അത് രൂപം കൊണ്ട വർഷമാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ട വർഷം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് 1956 ഓഗസ്റ്റ് 15 എന്നതാണ് ഉത്തരമായിട്ട് വരിക. കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത് 1956 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സാഹിത്യ അക്കാദമി ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏത് തന്നെയാണ്? നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയാണ്. എന്താണ് ആ പോയിന്റ്? ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സാഹിത്യ അക്കാദമി ഏര്? ഉത്തരമായിട്ട് വരേണ്ടത് കേരള സാഹിത്യ അക്കാദമിയാണ്. 1956 ഓഗസ്റ്റ് 15 രൂപീകരിച്ചു. പക്ഷെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് 1956 ഒക്ടോബർ 15 1956 ഒക്ടോബർ 15 കനകക്കുന്നിൽ വെച്ചിട്ട് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ്. 1956 ഓഗസ്റ്റ് 15 നമ്മുടെ കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചു. പക്ഷെ അതിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 15 അതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് കനകക്കുന്നിൽ വെച്ചിട്ട് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ്. എന്നാൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തൃശ്ശൂരാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ആദ്യത്തെ ചെയർമാൻ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് സർദാർ KM പണിക്കറും. നിലവിൽ ആരാന്ന് വെച്ചാൽ K സച്ചിദാനന്ദനുമാണ്. ആദ്യത്തെ ചെയർമാൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ സർദാർ KM പണിക്കർ. നിലവിൽ ആരാണ്? K സച്ചിദാനന്ദനാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, P സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം. ആനന്ദ് എന്ന തൂലിക നാമത്തിലൊക്കെ അറിയപ്പെടുന്ന P സച്ചിദാനന്ദൻ. അവിടെ പരീക്ഷയ്ക്ക് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരെന്ന് വെച്ചിട്ട് K സച്ചിദാനന്ദൻ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കും. അപ്പൊ അവിടെ ഓർത്തിരിക്കുക, P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് P സച്ചിദാനന്ദനല്ല, മറിച്ച് ആരാണ്? K സച്ചിദാനന്ദനാണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി എന്നല്ല പറയുക. അപ്പൊ ആ K വെച്ചിട്ട് കേരള എന്ന് എഴുതുമ്പോൾ K വെച്ച് തുടങ്ങുമല്ലോ. അപ്പൊ ഇവിടെ ആരാണ്? K സച്ചിദാനന്ദനാണെന്ന കാര്യം, K വെച്ച് തുടങ്ങുന്ന K സച്ചിദാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. അപ്പൊ നിലവിലെ ഈ ഒരു തീയതി പ്രകാരം ഈ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. നിയമനങ്ങളാണ്, മാറ്റങ്ങൾ വന്നേക്കാം. പരീക്ഷയ്ക്ക് പോകും മുമ്പ് നമുക്ക് ഈ നിയമനങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. നിങ്ങളത് നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഈ ഒരു ദിവസപ്രകാരം K സച്ചിദാനന്ദനാണ് ഇതിൻ്റെ ചെയർമാനായിട്ടുള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിലവിലെ ഉപാധ്യക്ഷൻ അശോകൻ ചെരുവിലാണ്. അപ്പോൾ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അശോകൻ ചെരുവിലാണ്. CP അബൂബക്കറാണ് നിലവിലെ സെക്രട്ടറി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ട വർഷം പഠിച്ചു. 1956 ഓഗസ്റ്റ് 15 എന്നാൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒക്ടോബർ 15 ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കനകക്കുന്ന് ശ്രീ ചിത്രതിരുനാൾ ബാലവർമ്മയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണെന്ന് പഠിച്ചു. ഇനി ആദ്യ ചെയർമാനാണെന്ന് വെച്ചാൽ സർദാർ KM പണിക്കരാണ്. നിലവിലെ അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദനാണ്. ആരാണ് അതിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അശോകൻ ചെരുവിലാണ്. ഇനി നിലവിലെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ CP അബൂബക്കറാണെന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട മാസികകൾ ഏതെല്ലാം എന്നാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇവിടെ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന മാസികകളാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട മാസികകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് കൈരളി ഗ്രാമം എന്ന എഴുത്തുമുറി സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൈരളി ഗ്രാമം എന്ന് പറയുന്ന എഴുത്തുമുറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടതാണ് കൈരളി ഗ്രാമം എന്ന് പറയുന്ന എഴുത്തുമുറി എന്ന കാര്യം ഓർത്തിരിക്കുക. 2023 പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി 2022 പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം നടന്നപ്പോൾ അവിടെ അവാർഡുകൾക്ക് ലഭിച്ച വ്യക്തികളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ശരി ഏത് തെറ്റ് എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 1 മികച്ച നോവൽ സമ്പർക്കക്രാന്തി ശിനിലാൽ എന്ന് കൊടുത്തിരിക്കുന്നത്, അത് ശരിയായിട്ടുള്ളതാണ്. 2 മികച്ച കഥ മുഴക്കം PF മാത്യൂസ്, അതും ശരിയാണ്. മികച്ച കവിത കടലാസ് വിദ്യ NG ഉണ്ണികൃഷ്ണൻ, അതും ശരിയാണ്.
മികച്ച നാടകം കുമരു എമിൽ മാധവിയുമായി ബന്ധപ്പെട്ടു, അതുമാണ് എന്താണ് ശരിയാണ്. അപ്പൊ എല്ലാം ശരിയെന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇത് നമുക്ക് പഠിക്കണം. 2023 പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022, അതിലെ മികച്ച നോവൽ ചോദിച്ചാൽ അത് ഷിനിലാൽ രചിച്ച സമ്പർക്കക്രാന്തിയാണ്. മികച്ച നോവൽ ചോദിച്ചാൽ ഏതാണ്? സമ്പർക്കക്രാന്തിയാണ്. ആരാണ് രചിച്ചത്? ഷിനിലാലാണ് രചിച്ചത്. മികച്ച കഥ ചോദിച്ചാൽ മുഴക്കാണ്, PF മാത്യൂസിൻ്റെതാണ്. മികച്ച കവിത ചോദിച്ചാൽ കടലാസ് വിദ്യയാണ്, അത് NG ഉണ്ണികൃഷ്ണൻ്റെതാണ്. ആരാണ്? NG ഉണ്ണികൃഷ്ണൻ്റെത്. ഇനി മികച്ച നാടകം ചോദിച്ചാൽ അത് നമ്മുടെ എമിൽ മാധവിയുടെ കുമരു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതുകൂടാതെ ഇനി അറിഞ്ഞിരിക്കുക, മികച്ച നിരൂപണം അത് എത്ര പ്രേരണകൾ എന്ന് പറയുന്ന S ശാരദക്കുട്ടിയുടെയാണ് മികച്ച നിരൂപണമായിട്ട് തെരഞ്ഞെടുത്തത്. ആരാണ്? S ശാരദക്കുട്ടി. ഇനി അടുത്തത് ബാലസാഹിത്യം. മികച്ച ബാലസാഹിത്യ കൃതിയായിട്ട് വരുന്നത് ചക്കരമാമ്പഴമാണ്, അത് രചിച്ചത് K ശ്രീകുമാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ചക്കരമാമ്പഴം K ശ്രീകുമാർ. ഇനി മികച്ച യാത്രാവിവരണമായിട്ട് 2 പേരുണ്ട്. അതിലൊന്ന് C അനൂപിന്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകവും ഹരിതാ സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകളും. ഇതാണ് മികച്ച യാത്രാ വിവരണമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മികച്ച യാത്രാവിവരണം 2 പേരുകൾ, ഒന്ന് C അനൂപ് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം, മറ്റൊന്ന് ഹരിതാ സാവിത്രി മുറിവേറ്റവരുടെ പാതകൾ എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരുണ്ട്. അതിൽ ഒരു പേര് ഡോക്ടർ MM ബഷീറാണ്. ഇപ്പോൾ ഒരു പേര് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ MM ബഷീർ എന്നതാണ് ഒരു പേര്. ഇതെന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ്. പിന്നെ മറ്റൊരു പേര് N പ്രഭാകരനാണ്. മറ്റൊരു പേര് N പ്രഭാകരൻ. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ഡോക്ടർ MM ബഷീറും N പ്രഭാകരൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 പ്രഖ്യാപിച്ചു. അതിൽ മികച്ച നോവൽ സമ്പർക്കക്രാന്തി, അത് ഷിനിലാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മികച്ച കഥ എന്ന് പറയുന്നത് മുഴക്കമാണ്, അത് PF മാത്യൂസിൻ്റെതാണ്. മികച്ച കവിത കടലാസ് വിദ്യ NG ഉണ്ണികൃഷ്ണൻ. മികച്ച നാടകം കുമരു എമിൽ മാധവിയുടേതാണ്. ഇനി മികച്ച നിരൂപണം S ശാരദക്കുട്ടിയുടേതാണ്. എത്ര പ്രേരണകൾ എന്നതാണ്. ഇനി മികച്ച ബാലസാഹിത്യം ചക്കരമാമ്പഴം K ജയകുമാറിൻ്റെത്, K ശ്രീകുമാറിൻ്റെതാണ് ചക്കരമാമ്പഴം. K ശ്രീകുമാറിൻ്റെത് മികച്ച ബാലസാഹിത്യ കൃതി. മികച്ച യാത്രാവിവരണ 2 പേരുകൾ, ഒന്ന് C അനൂപിന്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകവും മറ്റൊന്ന് ഹരിതാ സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ. ഇനി നമുക്ക് 2 വ്യക്തികളുടെ പേര് പരിചയപ്പെട്ടു. ഡോക്ടർ MM ബഷീറും N പ്രഭാകരനും. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ബഷീറും പ്രഭാകരനും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഇങ്ങനെ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ഇവ രൂപീകരിച്ച വർഷങ്ങളാണ് കൊടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് മാച്ച് ചെയ്യണം. ഇവിടെ കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി. നമ്മൾ ഓൾറെഡി കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത് 1956 ഓഗസ്റ്റ് 15 എന്ന് പഠിച്ചു. ഇനി കേരള ഫോക്ലോർ അക്കാദമി ആണെങ്കിൽ 1995 ജൂൺ 28 രൂപീകരിച്ചത്. ഇനി കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26 ലളിതകലാ അക്കാദമി 1962 രൂപീകരിച്ചിരിക്കുന്നതിന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതെന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 2 B എന്ന് പറയുന്നത് 1 C എന്ന് പറയുന്നത് 3 D 4 ഓപ്ഷൻ D ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ഇവ രൂപീകരിച്ച വർഷങ്ങൾ. കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15. അപ്പോൾ വർഷമാണ് എപ്പോഴും PSC ചോദിക്കുന്നത്, 1956. ഇനി കേരള ഫോക്ലോർ അക്കാദമി 1995. ഇനി കേരള ലളിതകലാ അക്കാദമി 1962. ഇനി കേരള സംഗീത നാടക അക്കാദമി ആണെങ്കിൽ 1958. അപ്പോൾ ആദ്യം നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 1956, പിന്നെ 1958 സംഗീത നാടക അക്കാദമി, അതിനുശേഷം 62 ലളിതകലാ അക്കാദമി, പിന്നെ 95 എന്ത്? നമ്മുടെ ഫോക്ലോർ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി രൂപീകരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു 1956 കേരള സാഹിത്യ അക്കാദമി, 1956 പിന്നെ 1958 നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി 1956, കേരള സംഗീത നാടക അക്കാദമി 1958, 1962 ലളിതകലാ അക്കാദമി, 1995 എന്ത് വരുന്നത്? കേരള ഫോക്ലോർ അക്കാദമി വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക.
ഈ കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26 രൂപീകരിച്ചു. അതിൻ്റെ ആസ്ഥാനം അവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാനാണ്. പിന്നെ നിലവിലാരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരാണ്? മങ്കു തമ്പുരാനാണ്, നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ. തൊട്ടു മുമ്പ് നമ്മൾ സർദാർ KM പണിക്കർ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. ഇവിടെ ആരാണ്? മങ്കു തമ്പുരാനാണ്. നിലവിൽ ആരാന്ന് വെച്ചാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി 1958 രൂപീകരിച്ചു. ആസ്ഥാനം തൃശ്ശൂരാണ്. ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാൻ, നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു മാസിക, അതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് കേളിയാണ്. ഓൾറെഡി നമ്മൾ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ ഒക്കെ എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മാസികയാണ്. നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ മാസിക ചോദിക്കുകയാണെങ്കിൽ അത് കേളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുമ്പോൾ സംഗീതം, അതുപോലെ തന്നെ നാടകം, നൃത്തം, കലകൾ, അനുഷ്ഠാന കലകൾ, മാജിക് എന്നിവയുടെയൊക്കെ സമഗ്രമായ വികസനവും പരിശീലനവും പ്രചരണവുമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന കേരള സംഗീത നാടക അക്കാദമി രൂപീകരിച്ചിരിക്കുന്നത്? സംഗീതം, നാടകം, നൃത്തം, കലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്കും അതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവയുടെയൊക്കെ സമഗ്രമായ വികാസവും അതുപോലെ തന്നെ പരിശീലനവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കേരള സംഗീത നാടക അക്കാദമി പ്രവർത്തിക്കുന്നത്. സംഗീതം, നാടകം, നൃത്തം, കലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്. ഇനി അടുത്തത് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തൃശ്ശൂരാണെന്ന് കാര്യം ഓർക്കുക. അതിൽ 1956 ഏത് രൂപീകരിച്ചിരിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. 58 ഏത് വരുന്നത്? കേരള സംഗീത നാടക അക്കാദമി. 62 ലളിതകലാ അക്കാദമി. ഈ മൂന്നിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ലളിതകലാ അക്കാദമി രൂപം കൊണ്ടത് 1962 അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജയാണെന്ന കാര്യം ഓർക്കുക. M രാമവർമ്മ രാജയാണ് ആദ്യത്തെ ചെയർമാൻ. ഇനി മുരളി ചീരോത്താണ് നിലവിലെ ചെയർമാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചിത്രകല, ശില്പകല, പെയിന്റിങ്, കാർട്ടൂൺ എന്നിവയുടെ പരിശീലനവും വികാസവുമാണ് ഈ പറയുന്ന ലളിതകലാ അക്കാദമി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ സംഗീതം, നാടകം, നൃത്തം, കലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്, ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ലളിതകലാ അക്കാദമി എന്ന് പറയുമ്പോൾ ചിത്രകലയുണ്ട്. ചിത്രകല എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പെയിന്റിങ്, പിന്നെ ശില്പകലയുണ്ട്, പിന്നെ എന്താണ്? കാർട്ടൂൺ. അപ്പോൾ ചിത്രകല, പെയിന്റിങ്, കാർട്ടൂണ്, ശില്പകല. ചിത്രകല, പെയിന്റിങ്, കാർട്ടൂൺ, ശില്പകല എന്നിവയുടെ പരിശീലനവും വികാസവുമാണ് ഈ പറയുന്ന ലളിതകലാ അക്കാദമി ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ തുടക്കം ആരാണ് ചെയർമാൻ? M രാമവർമ്മ രാജയാണ്. നിലവിൽ ആരാണ്? നമ്മുടെ മുരളി ചീരോത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കേരള ഫോക്ലോർ അക്കാദമിയിൽ ലോർ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ലോർ ഉണ്ടല്ലോ, നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമി ഉണ്ട്. ആ കേരള ഫോക്ലോർ അക്കാദമിയിൽ ഈ പറയുന്ന ലോർ എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫോക്ലോർ എന്നതിൽ ആ ലോർ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, വിജ്ഞാനമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള ഫോക്ലോർ അക്കാദമി ലോർ എന്ന വാക്കിൻ്റെ അർത്ഥം വിജ്ഞാനം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിജ്ഞാനം എന്നാണ്. ഇത് രൂപീകരിച്ച് എന്നാണ്? 1995 ജൂൺ 28 അപ്പോൾ ഒരിക്കൽ കൂടി വരികയാണ്. നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, ലളിതകലാ അക്കാദമി. അതിൽ കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15 രൂപീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ഒക്ടോബർ 15 പറഞ്ഞ്. ഇനി എന്താണ്? അത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സംഗീത നാടക അക്കാദമി 1958, പിന്നെ ലളിതകലാ അക്കാദമി 1962. 95 ഇത് വരുന്നത്, ഫോക്ലോർ അക്കാദമി വരുന്നത്. അപ്പോൾ വർഷമാണ് പലപ്പോഴും PSCയിൽ ചോദിച്ചു കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി. ആദ്യം കേരള സാഹിത്യ അക്കാദമി 56, പിന്നെ 2 വർഷം കഴിഞ്ഞ് 58 ആരാണ്? കേരള സംഗീത നാടക അക്കാദമി, പിന്നെ നമ്മുടെ ലളിതകലാ അക്കാദമി 62, പിന്നെ ഫോക്ലോർ അക്കാദമി 1995. ഇനി നമ്മൾ അടുത്ത ഇവിടെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കേരള ഫോക്ലോർ അക്കാദമി ഉണ്ടല്ലോ, അതിൽ ലോർ എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം നോളജ് എന്ന് കിട്ടി. 95 രൂപീകരിച്ചു ജൂൺ 28. ഇതിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? G ഭാർഗവൻ പിള്ളയാണ്. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതിനൊക്കെ ആസ്ഥാനം തൃശ്ശൂരായിരുന്നു. എന്നാൽ ഫോക്ലോറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് ചിറക്കൽ, കണ്ണൂരാണ്. ഫോക്ലോർ എന്ന് പറയുമ്പോഴും കണ്ണൂർ എന്ന് പറയുമ്പോൾ വെച്ചിട്ടല്ല അവസാനിക്കുക. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ 3 പഠിച്ചു വെച്ചു. ഇനി ഫോക്ലോർ എന്നതിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കണ്ണൂർ എന്ന് ഓർത്തിരിക്കുക. ഇനി കണ്ണൂരിലെ ചിറക്കലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇനി കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമിയുടെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്?
തൃശ്ശൂരാണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ളയാണ്. നിലവിലാരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള. ആരാണ്? ജി ഭാർഗവൻ പിള്ള. നിലവിലാരാണ്? OS ഉണ്ണികൃഷ്ണനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവരാണ് PK കാളൻ പുരസ്കാരം നൽകുന്നത്. PK കാളൻ എന്ന് പറഞ്ഞാൽ ഗദ്ദിക കലാകാരനാണ് PK കാളൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള PK കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. PK കാളൻ പുരസ്കാരം നൽകുന്ന ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയാണ്. PK കാളൻ ആരാണ്? അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. PK കാളൻ ആരാണ്? ഗദ്ദിക കലാകാരനാണ്. ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കേരള ഫോക്ലോർ അക്കാദമിക്ക് ഒരു മാസികയുണ്ട്. അതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന പൊലി. അപ്പോൾ നമ്മൾ കേരള സാഹിത്യ അക്കാദമിയുടെ മാസിക നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ മാസികയാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. ഇനി കേരള സംഗീത നാടക അക്കാദമി പഠിച്ചു, കേളി. അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ് പൊലി എന്ന് പറയും. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിർബന്ധമായും പഠിച്ചു വെക്കുക. ഒരുമിച്ച് തന്നിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി, സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. അപ്പോൾ ആ സാഹിത്യം വെച്ച് വരുന്നത് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, ലിറ്ററേച്ചർ, സാഹിത്യം, അതിൻ്റെ ഇംഗ്ലീഷ്, അതൊക്കെ എങ്ങോട്ട് പോകും? കേരള സാഹിത്യ അക്കാദമിയിലേക്ക് വരും. ഇനി കേരള സംഗീത നാടക അക്കാദമി. അപ്പോൾ അവിടെ കേളി എന്നതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മാസിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാം നാടകം കളി എന്നൊക്കെ അല്ലേ പറയാം. അപ്പോൾ അവിടെ കേളി. ഇനി അടുത്ത കേരള ഫോക്ലോർ അക്കാദമിയുടേതാണ് പൊലി എന്ന് പറയുന്നത്. എന്താണ്? ഫോക്ലോർ അക്കാദമിയുടേതാണ് പൊലി എന്ന് പറയുന്നത്. ഇനി മലയാള മിഷന്റെ ഒരു വെബ് മാസികയുണ്ട്. അതിൻ്റെ പേരാണ് പൂക്കാലം. മലയാള മിഷൻ ഉണ്ട്. ആ മലയാള മിഷന്റെ ഒരു വെബ് മാസികയുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? പൂക്കാലം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് പഠിക്കണം. കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, മലയാള മിഷൻ, ഇവരുടെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള മാസികകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി അടുത്ത നോക്ക്, മലയാള മിഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യബോധത്തോടെ കൂടി സാംസ്കാരിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച സാംസ്കാരിക സ്ഥാപനമാണ് ഈ പറയുന്ന മലയാള മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി സാംസ്കാരിക വകുപ്പ്, ഏത് വകുപ്പിന് കീഴിലാണ്? നമ്മുടെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഒരു സാംസ്കാരിക സ്ഥാപനമാണ് മലയാള മിഷൻ എന്ന് പറയുന്നത്. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ മലയാള മിഷൻ ആരംഭിച്ച പദ്ധതി അതിഥി മലയാളം തെറ്റാണ്. നമ്മൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നതാണ്. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ മലയാള മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം എന്നതാണ് പദ്ധതിയുടെ പേര്. 2009 ഒക്ടോബർ 22 അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദനാണ് ഡൽഹിയിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2009 ഒക്ടോബർ 22 2009 ഒക്ടോബർ 22 ആര് ഉദ്ഘാടനം ചെയ്തു? VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു? ഡൽഹിയിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ വെച്ചിട്ടല്ല, ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ആപ്തവാക്യം ചോദിക്കും. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നാണ് ഇതിൻ്റെ ആപ്തവാക്യം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ നമ്മുടെ വർഷങ്ങൾ, അതിലേക്ക് ഇപ്പോൾ 2009 എന്ന് പറയുന്ന ഈ ഒരു വർഷം കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു. കേരള സാഹിത്യ അക്കാദമി 1956, അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി 1958, ലളിതകലാ അക്കാദമി 1962, കേരള ഫോക്ലോർ അക്കാദമി 1995. ഇപ്പോൾ അതിലേക്ക് 2009 ഏതാണ്? നമ്മുടെ മലയാള മിഷനും വന്നു എന്ന കാര്യം ഓർക്കുക. ഒക്ടോബർ 22 ആര് ഉദ്ഘാടനം ചെയ്തു? VS അച്യുതാനന്ദൻ. എവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തു? ഡൽഹിയിൽ വെച്ചിട്ട്. അതിൻ്റെ ആപ്തവാക്യം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. പിന്നെ അനന്യ മലയാളം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയും കൂടെ ഓർത്തിരിക്കുക. ഇനി മലയാള മിഷന്റെ അധ്യക്ഷൻ ആരാണ്? മലയാള മിഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്, മുഖ്യമന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് മലയാള മിഷന്റെ അധ്യക്ഷനായിട്ട് വരിക. ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇനി അടുത്തത് ഉപാധ്യക്ഷൻ ആരാണ്? നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഇപ്പൊ സജി ചെറിയാനാണല്ലോ, അപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഉപാധ്യക്ഷൻ. ഇനി നിലവിലെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. മുരുകൻ കാട്ടാക്കട. അപ്പോൾ മലയാള മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരാന്ന് വെച്ചാൽ മുരുകൻ കാട്ടാക്കട. ഇനി വെബ് മാസികയാണ് പൂക്കാലം. പൂക്കാലം എന്ന് പറയുന്നത് വെബ് മാസികയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. പൂക്കാലം എന്ന് പറയുന്നത് എന്താണ്? വെബ് മാസികയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മലയാള മിഷൻ നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിരിക്കുന്ന കാര്യം നോക്കാം. അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേര്, ഡിപ്ലോമ കോഴ്സിന്റെ പേര്, ഹയർ ഡിപ്ലോമ കോഴ്സിന്റെ പേര്, സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ്. അതിന്റെ പേരുകളാണ് ഇപ്പുറത്തെ കോളത്തിൽ കൊടുത്തത്. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പല്, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേരാണ് എന്ത്? കണിക്കൊന്ന. അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പേരാണ് കണിക്കൊന്ന. ഇനി ഡിപ്ലോമ കോഴ്സിന്റെ പേരെന്താണ്? സൂര്യകാന്തി.
അതേപോലെ തന്നെ ഹയർ ഡിപ്ലോമ കോഴ്സിന്റെ പേരെന്താണ്? ആമ്പൽ. എന്താണ്? ആമ്പൽ. ഇനി നമ്മുടെ സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സിന്റെ പേരെന്താണ്? നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കണി കാണുന്നു അല്ലെ, നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പല്ലേ കണി കാണുക. അപ്പൊ നോക്കുക, കണിക്കൊന്ന, അതാണ് എന്ത്? അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പൊ ഏറ്റവും താഴെയായിട്ട് കണിക്കൊന്ന. പിന്നെ സൂര്യനൊക്കെ ഉദിച്ചു വന്നേ, കണി കണ്ടു, അതിനുശേഷം എന്താണ്? സൂര്യൻ ഉദിച്ചു വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഡിപ്ലോമ കോഴ്സിന്റെ പേര് സൂര്യകാന്തി. ഡിപ്ലോമ അല്ലെ, നമ്മുടെ അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സ്. പിന്നെ അതിന്റെ കുറച്ച് ഉയർന്നു വരും ഡിപ്ലോമ. ഇനി എന്താണ്? ഹയർ ഡിപ്ലോമയാണ്. അപ്പോൾ എന്താണ്? ആമ്പൽ. അപ്പോൾ എന്താണ്? സൂര്യൻ ഉദിച്ചു, നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ആമ്പലും കിട്ടും. ആദ്യം കണി കണ്ട്, പിന്നെ സൂര്യൻ ഉദിച്ചു, പിന്നെ എന്താണ്? അമ്പലത്തിൽ പോയി, അപ്പോൾ ആമ്പല് കിട്ടും. അപ്പോൾ അവിടെ ഹയർ ഡിപ്ലോമ കോഴ്സാണ്. ഇനി അടുത്ത എന്താണ്? നീലക്കുറിഞ്ഞിയാണ്. അപ്പം നാലാമതായിട്ടുള്ളത് എന്താണ്? നീലക്കുറിഞ്ഞിയാണ്. അതാണ് സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ്. സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ് അതൊക്കെ നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ അല്ലേ ഈ നീലക്കുറിഞ്ഞി കാണുക. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വരേണ്ടത് ഈ പറയുന്ന സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സ്, മലയാള മിഷൻ നൽകുന്ന കുറച്ച് കോഴ്സുകളാണ് ഇവിടെ പറയുന്നത്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് പറയുന്നത്. അതിൽ അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന് കൊടുത്തിരിക്കുന്ന പേര് കണിക്കൊന്ന. അപ്പോൾ കണി കണ്ടു, സൂര്യൻ ഉദിച്ചു, സൂര്യകാന്തി. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് വന്നു. ഇനി ഹയർ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ആമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ്? ആമ്പൽ. ഇനി അടുത്തത് സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സാണ്. അതെന്താണ്? നീലക്കുറിഞ്ഞി. ഈ പേരുകൾ ഓർത്തിരിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 3, ഡി എന്ന് പറയുന്നത് എന്താണ്? 4 മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി ഭാരത് ഭവൻ രൂപം കൊണ്ട വർഷം, ഇതൊക്കെ പ്രീവിയസ് ആണ്. ഭാരത് ഭവൻ എന്നാ രൂപീകരിച്ചത്? 1984. പറഞ്ഞ എല്ലാ പോയിന്റുകളും പ്രീവിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഭാരത് ഭവൻ രൂപം കൊണ്ട വർഷം 1984. 1984. വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെ പരസ്പരവും സമന്വയിപ്പിക്കുകയും സാംസ്കാരിക സഹിഷ്ണുത പരസ്പരം കൈമാറ്റം ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഭാരത് ഭവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളുണ്ട്, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരസ്പരം എന്ത് ചെയ്യുക? സമന്വയിപ്പിക്കുക. പിന്നെ സാംസ്കാരിക സഹിഷ്ണുത പരസ്പരം എന്ത് ചെയ്യുക? കൈമാറ്റം ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഭാരത് ഭവൻ എന്ന് പറയുന്നത്. ഇനി വിവർത്തക രത്ന പുരസ്കാരം നൽകുന്ന ആരാണ്? ഭാരത് ഭവനാണ്. ഇപ്പോൾ നമ്മൾ PK കാളൻ പുരസ്കാരം നൽകുന്ന ആരാന്ന് പഠിച്ചില്ലേ? ഫോക്ലോർ. അതേപോലെ തന്നെ വിവർത്തക രത്ന പുരസ്കാരം നൽകുന്നത് ആരാന്ന് വെച്ചാൽ അത് ഭാരത് ഭവനാണ്. അതായത് എല്ലാത്തിനെയും പരസ്പരം എന്ത് ചെയ്യാണ്? ബന്ധിപ്പിക്കുകയല്ലേ, മറ്റ് സംസ്ഥാന കലകളെയും ഒക്കെ ബന്ധിപ്പിക്കുകയല്ലേ. അപ്പോൾ അവിടെ വിവർത്തനം ചെയ്യേണ്ടേ ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വിവർത്തക രത്ന പുരസ്കാരം നൽകുന്ന ആരാണ്? നമ്മുടെ ഭാരത് ഭവനാണ്. കനക കേരളം എന്നൊരു മാസിക ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഭാരത് ഭവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച മാസികകൾ ഒരിക്കൽ കൂടി പറയുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട് 3 പേരുകൾ: സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇനി കേരള സംഗീത നാടക അക്കാദമിയുമായിട്ട് ഞാൻ പറഞ്ഞു നാടകം കളി എന്ന് ഓർത്ത് വെച്ചാൽ കേളി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് പൊലി, ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് പൊലി എന്ന് കിട്ടും. ഇനി മലയാള മിഷൻ്റെതാണ് എന്ത്? പൂക്കാലം. പൂക്കാലം എന്ന് പറയുന്ന മലയാള മിഷനാണ്. നമ്മൾ അവിടെ ആ ഒരു കോഴ്സ് കൊടുത്ത് വെച്ചാൽ മതി. സൂര്യകാന്തി എല്ലാം പൂക്കളുടെ പേരുകളിലാണ് പറയുന്നത്. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പല്, അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി, ഇതൊക്കെ എന്താണ്? പൂക്കളുടെ പേര്. അപ്പോൾ അവിടെ മാഗസീൻ എന്താണ്? പൂക്കാലം. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ പറയുന്ന നോക്ക്, കനക കേരളം. കനക കേരളം എന്ന് പറയുന്നത് എന്താണ്? മാസികയാണ്. കനക കേരളം എന്ന് പറയുന്നത് എന്താണ്? മാസികയാണ്. അത് ആരുടെയാണ്? ഭാരത് ഭവന്റെയാണ്. കനക കേരളം മാസിക ഭാരത് ഭവൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ പരമ്പരാഗതമായ കലാരൂപങ്ങളുടെ ആവിഷ്കരണ വേദി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം സംസ്ഥാനമായി രൂപം കൊണ്ടു 2001 എന്നാണ്. 2004 വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ദേശീയ നൃത്ത ഉത്സവമാണ് മുദ്ര എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 2 പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ പരമ്പരാഗതമായ കലാരൂപങ്ങളുടെ ആവിഷ്കരണ വേദി സാധ്യമാക്കുക. കേരളത്തിലെ പരമ്പരാഗതമായ കലാരൂപങ്ങളുണ്ട്, അതിന് ആവിഷ്കരണ വേദി സാധ്യമാക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ട് രൂപം കൊണ്ടു 2001. അപ്പോൾ 2001
2001 എന്താണ് നമ്മുടെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനുമായി ബന്ധപ്പെട്ട വർഷമാണ്. ഭാരത് ഭവനുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 1984. നമ്മുടെ മലയാള മിഷനുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? 2009. ഏതാണ്? 2009 ഒക്ടോബർ 22. പിന്നെ നമ്മൾ പഠിച്ച കേരള സാഹിത്യ അക്കാദമി 1956, കേരള സംഗീത നാടക അക്കാദമി 58, ലളിതകലാ അക്കാദമി 62, കേരള ഫോക്ലോർ അക്കാദമി 1995. പിന്നെ അതാ 2001 വരുമ്പോൾ വൈലോപ്പിള്ളി, അതേപോലെ തന്നെ 2009 വരുമ്പോൾ മലയാള മിഷൻ. അപ്പൊ ഈ വർഷങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? വൈലോപ്പിള്ളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പരമ്പരാഗതമായ കലാരൂപങ്ങളുടെ ആവിഷ്കരണ വേദി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ആസ്ഥാനമായി രൂപം കൊണ്ടതാണ് ഈ പറയുന്ന 2001 വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ. 2004 വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ദേശീയ നൃത്തോത്സവം എന്താണോ? മുദ്ര എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇനിയും നമുക്ക് അറിയാനുണ്ട് കേരള കലാമണ്ഡലം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ, ഇത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഇത് പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളും നല്ല രീതിയിൽ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ പഠിക്കുക. ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. കാരണം ഈ നാളേക്കെന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ മുന്നിൽ ഇല്ല. കാരണം ഇനി കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നലെകളൊക്കെ പഠിച്ച നമ്മുടെ നെൽവയൽ തണ്ണീർത്തട നിയമവും നമ്മുടെ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നൽകിയ സപ്പോർട്ടുകൾ തന്നെയാണ് ഈ ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന LDCക്ക് നല്ലൊരു മാർക്കൊക്കെ സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.